ജമ്മുകാശ്മീർ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികരുടെ സ്മരണാർത്ഥം പാലക്കാട് പുഷ്പാർച്ചന നടത്തി. പാലക്കാട് കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പാലക്കാടൻ സൈനിക കൂട്ടായ്മ കരിമ്പനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ദീപം തെളിയിക്കലും പുഷ്പാർച്ചനയും നടത്തി. ചടങ്ങിൽ മലമ്പുഴ MLA പ്രഭാകരൻ മുഖ്യാതിഥിയായി. അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നതിനെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അലട്ടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഞാനതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നടക്കാനൊരു സാധ്യതയേ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിലും പട്ടാളക്കാരൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ട് ജീപ്പിൽ മുമ്പിലൊരു ജീപ്പ് പിന്നാലെ ഒരു ജീപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. 40 സൈനികർ ഈ ദുരന്തത്തിൽ കുടുങ്ങേണ്ട ഒരു അവസ്ഥ. ശരി, ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. കരിമ്പനക്കൂട്ടം പ്രസിഡന്റ് N. സതീഷ് അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മണദാസ്, സൂജൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. കരിമ്പനക്കൂട്ടം അംഗങ്ങളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ജമ്മു കാശ്മീരിൽ പുൽവാമ എന്ന സ്ഥലത്ത് 40 സൈനികരുടെ വീരമൃത്യു വരിച്ച ദിവസമാണ്. കാരണം CRPFന്റെ 40 ജവാന്മാരെ ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന വകവരുത്തിയ ദിവസമാണ്. അപ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ ധീര ജവാന്മാരുടെ ഓർമ്മ ദിവസത്തിനായി എല്ലാ വർഷവും പാലക്കാടൻ സൈനിക കൂട്ടായ്മ കരിമ്പനക്കൂട്ടം നമ്മുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അതുപോലെ റീത്ത് സമർപ്പിക്കാറുണ്ട്. കാരണം 40 ധീര ജവാന്മാരുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമ്മളെല്ലാവരും ഒരു മൗന പ്രാർത്ഥന നടത്താറുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.